സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോർമൽ സൂയിങ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഗോൾഡൻ കളർ എടുത്ത് നമ്മൾ ഗോൾഡൻ കളർ ബീഡ് വെക്കുമ്പോൾ ഗോൾഡൻ കളർ നൂല് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അത്യാവശ്യം ചില എങ്ങനെയാണ് ബീഡ് എടുക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ ത്രെഡ് എടുത്ത് എന്നിട്ട് ബീഡ് എടുക്കുന്നത് കാണിച്ചു തരാം. നമ്മളെ നടുവിരൽ എടുത്തിട്ട് നടുവിരലിനെ കൊണ്ട് നമ്മൾ ബീഡ് നീഡിലേക്ക് കയറ്റുന്നത്. ഈ ഹുക്കിൻ്റെ അടുക്ക ബീഡ് വെച്ച് ആ ഹുക്കിലോട്ട് ബീഡ് നടുവിരൽ വെച്ചിട്ട് ബാക്കോട്ടേക്ക് വലിക്കുക. അപ്പോൾ ആ ബീഡ് അതിൽ കയറിയിട്ടുണ്ടാവും, കാണുന്നുണ്ടോ? അതേപോലെ തന്നെ ഇനി കുറേ ബീഡ് എടുക്കണം എന്ന് വെച്ചാൽ അടുത്തത് ഇങ്ങനെ കയറ്റുക, നടുവിരലുകൊണ്ട് ഒന്ന് തട്ടിക്കൊടുക്കുക, അത് കയറിക്കോളൂ. പിന്നെ അടുത്തെടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ബീഡ് കയറ്റേണ്ടത്. ഇപ്പോൾ കുറേ ബീഡ്സ് കയറ്റിയിട്ടുണ്ട്, കാണുന്നുണ്ട് നിങ്ങൾക്ക്? ഇങ്ങനെയാണ് നീഡിലിൻ്റെ അകത്ത് ബീഡ് നിറക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇതുപോലെ കുറേ ബീഡൊന്നും ഒരുമിച്ചെടുക്കണ്ട. നമ്മൾ ജസ്റ്റ് ഒറ്റ ബീഡ് മാത്രം എടുക്കുക ഫസ്റ്റ്. അതിനെ കൊണ്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അവിടെ വെക്കുക. എന്നിട്ട് ഈ നടുവിരലിനെ കൊണ്ടൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബീഡ് താഴോട്ടേക്ക് പോകും. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയിൻ സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ച് തന്നെയാണ്, വേറെ ഒരു സ്റ്റിച്ചും ഇല്ല. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ബീഡ് എടുക്കാം. കണ്ടോ? അടുത്ത ബീഡ് എടുത്ത് നേരെ ഹുക്കിൻ്റെ അടുക്ക് കൊളുത്തി നടുവിരലുകൊണ്ട് ഒന്ന് തട്ടിക്കൊടുത്ത് ബീഡ് താഴോട്ടേക്ക് പോയി. അടിയിൽ നിന്ന് കുറച്ച് വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ബീഡ്സ് എല്ലാം അടുത്തടുത്തായിട്ട് കിട്ടിക്കോളും. അല്ലെങ്കിൽ കുറച്ച് ആദ്യം ടൈറ്റാക്കി പിടിച്ചിട്ടില്ലെങ്കിൽ ബീഡ്സ് എല്ലാം വിട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ടൈറ്റായിട്ട് തന്നെ പിടിക്കുക. ഓക്കെ. പിന്നെ നമ്മൾ വലിക്കുമ്പോൾ ഈ ഹുക്ക് ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കാൻ പാടില്ല. ഹുക്കിന് അത്രയും ശക്തിയുള്ളൂ, വേഗം പൊട്ടിപ്പോകും. അതുകൊണ്ട് കുറച്ച് മുന്നോട്ട് അത് എന്തെങ്കിലും കാരണത്താൽ വലിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് വലിക്കാണ്ട് കുറച്ച് മുന്നോട്ട് ഹുക്കിൻ്റെ കുറച്ച് പകുതിയിലാക്കിയിട്ട് വലിച്ചാൽ മതി. അപ്പോൾ നീഡിൽ പൊട്ടില്ല. ഓക്കെ, ഇങ്ങനെയാണ് ബീഡ് എടുക്കുക. ഞാൻ കുറച്ച് ചെയ്ത് കാണിച്ചത്. അതേപോലെ ഞാനിപ്പോൾ പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ആയി എന്ന് വിചാരിച്ചോ, നിങ്ങൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് അതും കൂടെ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഈ നടുവിരലിലോട്ട്. ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ചധികം ബീഡ്സ് ഒരുമിച്ച് എങ്ങനെ എടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ട് കുറേ ബീഡ്സ് എടുത്തിട്ട് പഠിക്കേണ്ട. നിങ്ങൾ ഒറ്റ ബീഡ് എടുത്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ എണ്ണം കൂട്ടി വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണം കൂട്ടി വന്നാൽ മതി. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ആദ്യം ഒരു ബീഡ് എടുത്ത് പിന്നെയും ഈ നടുവിരലുകൊണ്ടാണ് നമ്മളെല്ലാ ബീഡും എടുക്കുന്നത്. നടുവിരലുകൊണ്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നു. അപ്പോൾ എടുക്കും. എത്രയും കൊള്ളുന്നു അത്രയും എടുക്കുക. ഓക്കെ, ഇത്ര ബീഡ് എടുത്ത് ഇത്രയാണ് ഇതിൽ കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണേ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ നടുവിരലിനെ കൊണ്ട് ഒറ്റ ബീഡ് എടുത്തപ്പോൾ നടുവിരലിനെ കൊണ്ടല്ലേ തള്ളിയത്. നമ്മളിപ്പോൾ മോതിര വിരലിനെ കൊണ്ടാണ് തള്ളാൻ പോകുന്നത്. നടുവിരലിലെ ബീഡ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് തന്നെ പിടിച്ചിട്ടുള്ളത് കാണുന്നുണ്ടോ? ഇനി അടുത്ത ബീഡ് പിന്നെയല്ല സെയിം ഓരോന്നായിട്ട് മെല്ലെ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. പറയുമ്പോൾ വലിയ എന്തോ കാര്യം പറയുന്ന പോലെ ഉണ്ടാവും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അടുത്തതായിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരക്കുന്നതാണ്. സിമ്പിളായിട്ട് ഇത് നമുക്ക് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഷുഗർ ബീഡ് വെച്ചിട്ട് നമുക്ക് ഈ ഫ്ലവറിനെ ഫില്ല് ചെയ്യാം. ഈ ഫ്ലവറിനാണ് അടുത്ത ഡിസൈൻ ചെയ്യുന്നത് വേറൊരു ഷേപ്പിൽ. കുറച്ച് ബീഡെടുത്ത് ഒരു നരനായിട്ട് ഇട്ട് കൊടുത്ത്
നമ്മൾ നന്നായിട്ട് ലൈൻ കുറച്ച് 1-2 ചെറിയ ലൈൻസൊക്കെ ഇട്ടിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ഓരോ ഡിസൈനൊക്കെ വരച്ചിട്ട് ചെയ്താൽ മതി. നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കാര്യം നടക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു കെട്ടിടുക, നോട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മുന്നേ ചെയ്ത ഏതെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ നൂല് അടിയിലായിട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നൂല് നമ്മളെ ശല്യപ്പെടുത്തും. നമ്മൾ ഇവിടെ ഒരു ബീഡിൻ്റെ കുറവുണ്ട്, അതൊന്നും നമുക്ക് പക്ഷേ അതിനെ അടുപ്പിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ചെയ്യുമ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു ബീഡ് എടുക്കുക. ഇത് 2 എണ്ണം വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ടൈറ്റായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ബീഡ് അടിയിൽ നല്ലോണം ടൈറ്റായി പിടിച്ച് കഴിഞ്ഞാൽ ബീഡ് പെട്ടെന്ന് അല്ല അടുപ്പിച്ചടുപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റും. അടുത്തടുത്തിട്ട് 2-3 ബീഡ് ഇട്ടാലും കുഴപ്പമില്ല. ഒരു കൂടുതൽ കഴിഞ്ഞാൽ അതായത് തൂങ്ങിയ പോലെ പോകും. കാണിച്ചത് ഞാനൊരു 4 ബീഡ് ഇട്ടിട്ട് കാണിച്ചത്. 4 ബീഡ് ഇട്ട് ഇവിടെ ഞാൻ ലൂസായിട്ട് ഉണ്ടാവും, ലൂസ് പോലെ എന്താ. അതുകൊണ്ട് നമുക്ക് ഒരു 2 ബീഡ് ഇട്ടിട്ട് ചെയ്യാം. ഇപ്പം 3 ബീഡ് ചെയ്തിന്. ഇവിടെ ഒരു ബീഡിനും കൂടെ ആവശ്യമുണ്ട്. ഒരു ബീഡ് കൂടെ ഇട്ട് നോട്ട് കൊടുക്കുക. നമ്മൾ ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ടത് ഈ ഒരു പോർഷനാണ്. ഇതൊരു കോൺ ഷേപ്പ് ഇട്ട് ഇവിടെ നമുക്കൊരു കോൺ ഷേപ്പ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെയും തുടങ്ങാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെയും തുടങ്ങാം, അങ്ങനെ വേണമെങ്കിൽ തുടങ്ങാം. പക്ഷേ ഇങ്ങനെ കോണിൻ്റെ അടുക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എടുത്തത് വിചാരിച്ചോ 1 2 വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നു. 2 ബീഡായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു നോട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഏത് ഷേപ്പ് ആണെങ്കിലും ഒരു കോണിൻ്റെ ഷേപ്പ് എഡ്ജസൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളവിടെ ഒരു നോട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കുക. നോട്ടായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോകും ഗൈസ്. എല്ലാം പണി കിട്ടും. നോട്ട് കൊടുക്കുക. ഒന്നുകിൽ ചെറിയ സ്റ്റിച്ച് കൊടുക്കുക, ഏറ്റവും ചെറിയ. എന്നിട്ട് നമ്മൾ നേരെ അടുത്ത സ്റ്റിച്ചിലേക്ക് പോകും. ഇവിടെ ഒരു 3 ഇട്ടിട്ട് അവിടെ രണ്ട് വീട് സെറ്റാവും. 2 വീടെടുത്ത് ഇങ്ങനെ ആക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കോൺ ഷേപ്പ് വന്നിട്ടുണ്ട്. ചെറിയൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. എന്നിട്ട് നോട്ട് എടുക്കുക. വർക്കെല്ലാം നല്ല ടൈറ്റായിട്ട് എടുക്കണം. ഇവിടെ ചെറിയൊരു നല്ല ടൈറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.